ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 44-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമരകേന്ദ്രത്തിൽ നടക്കുന്ന നിരാഹാര സമരം 6-ാം ദിവസത്തിലേക്കും കടന്നു. അതേസമയം സമരത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് സംഘടനാ നേതാക്കൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയും. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, രാപ്പകൽ സമരം 44-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിരാഹാര സമരം 6-ാം ദിവസത്തിലേക്കും കടന്നു. ഇന്നലെ ഉപവാസമടക്കം നടന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധ മാർഗങ്ങളിലേക്കെല്ലാം തന്നെ ആശാ വർക്കർമാർ എത്തിയിരിക്കുന്നു. എന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നടപടിയും ഇവർക്ക് നേരെ ഉണ്ടായിട്ടില്ല. വരുന്നതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെയാണ്. ഇത്തരത്തിൽ വാർത്താ സമ്മേളനത്തിന് ഇന്ന് ഈ സംഘടനാ നേതാക്കൾ മറുപടി നൽകും. മറ്റു വിവരങ്ങൾ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം ഇന്ന് 44-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതേസമയം തന്നെ ഉപവാസം ഇന്ന് 2-ാം ദിവസത്തിലേക്കും സമരസമിതി നേതാവായിട്ടുള്ള ബിന്ദുവിന്റെ നേതൃത്വത്തിലുള്ള നിരാഹാര സമരം ഇന്ന് 6-ാം ദിവസത്തിലേക്കും കടക്കുകയാണ്. എന്തായാലും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ആശാവർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ ഈ ഉപവാസത്തിലേക്കടക്കം കടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഉപവാസം ദിവസം തന്നെ പിന്തുണയുമായി നിരവധി നേതാക്കളടക്കം തന്നെ ഈ സമരപ്പന്തൽ സന്ദർശിക്കുകയും ആശാ വർക്കർമാർക്ക് പിന്തുണ അറിയിക്കുകയും അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. UDF കൺവീനറായിട്ടുള്ള MM ഹസൻ, VM സുധീരൻ അടക്കമുള്ള നേതാക്കളടക്കം ഈ സമരപ്പന്തൽ സന്ദർശിക്കുകയും ആശാ വർക്കർമാർക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ ആശാ വർക്കർമാരുടെ സമരത്തെ എതിർത്തുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ സമരം 44-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതെല്ലാം തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കടക്കം സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതേസമയം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആക്ഷേപങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇന്ന് ആ ആക്ഷേപങ്ങൾക്ക് അടക്കം തന്നെ ഈ സമരസമിതി നേതാക്കൾ മറുപടി നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 11 മണിക്കൂർ വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ ആശാ വർക്കർമാർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്കടക്കം മറുപടി നൽകും, അല്ലെങ്കിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾക്കടക്കം ഒരു മറുപടി നൽകുമെന്നാണ് ഈ സമരസമിതി നേതാക്കളടക്കം തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും സമരം കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് ആശാ വർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഉപവാസ സമരമടക്കം തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം തന്നെ ഈ സർക്കാർ ഇതുവരെയും ഒരു തീരുമാനമെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് നിരവധി പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ ഓഫീസുകൾക്ക് മുന്നിലേക്ക് ഒരു ധർണ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ സർക്കാർ ആശാ വർക്കർമാരെ അവഗണിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു ധർണ നടത്താൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഇത്തരത്തിൽ കൂടാതെ ഇന്ന് INTUCയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്കും ഒരു മാർച്ച് നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ സമരം കൂടുതൽ കടുപ്പിക്കുമ്പോൾ, പ്രതിഷേധങ്ങൾ കൂടുതൽ കടുപ്പിക്കുമ്പോൾ അവർക്കുള്ള പിന്തുണയും വർദ്ധിച്ചു വരികയാണ് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. അതേസമയം ഇത്രത്തോളം അല്ലെങ്കിൽ 44 ദിവസമായിട്ടും സർക്കാർ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി അടക്കം തന്നെ മന്ത്രി ആർ ബിന്ദു അടക്കം തന്നെ ഇവർക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി സമരപ്പന്തൽ സന്ദർശിച്ചപ്പോൾ എന്തുകൊണ്ട് ആശാ വർക്കർമാർ തങ്ങളുടെ ആവശ്യം കേന്ദ്രത്തിലേക്ക് പറയണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി ആർ ബിന്ദു അടക്കം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ആരോഗ്യമന്ത്രിയാണെങ്കിലും കഴിഞ്ഞ ദിവസം ഈ ആശാ വർക്കർമാർക്ക് വേണ്ടിയാണ് ഈ കേന്ദ്രമന്ത്രിയെ കാണാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോയത് എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നെങ്കിലും അതെല്ലാം തന്നെ തള്ളുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു ഭാഗത്ത് ഈ ആശാ വർക്കർമാർ സമരം കടുപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കുമ്പോൾ മറുഭാഗത്ത് എങ്ങനെയാണ് ഈ സമരത്തെ തല്ലി തകർക്കുക എന്നാണ് സർക്കാർ പ്രധാനമായും ചിന്തിക്കുന്നത്. അതിനുള്ള മാർഗങ്ങളാണ് പ്രധാനമായും തേടുന്നത്. ഇത്തരത്തിൽ ഈ സമരം തുടങ്ങിയത് മുതൽ തന്നെ, സമരത്തിന്റെ 1-ാം ദിവസം മുതൽ തന്നെ ഈ സമരത്തെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
എന്നാൽ സമരത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും അത്രത്തോളം ശക്തി ആർജിച്ച് രംഗത്ത് വരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതും. നിരവധി പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ പിന്തുണയുമായി രംഗത്ത് വരുന്നു. കലാ കായിക സാംസ്കാരിക രംഗത്തെ അടക്കം തന്നെ ഈ പ്രമുഖരടക്കം തന്നെ ഈ ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് പിന്നീട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇത്തരത്തിൽ ഈ മഹാസംഗമം സംഘടിപ്പിക്കുന്നു, ഈ സർക്കാരിനെതിരെ മഹാസംഗമം സംഘടിപ്പിക്കുന്നു, നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നു. എന്നിട്ട് പോലും സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പ്രധാനമായും ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക മാത്രമാണ് ഈ 44 ദിവസമായിട്ടും സർക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലായിരുന്നു. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ സംസ്ഥാനത്തുടനീളമുള്ള ആശാ വർക്കർമാരടക്കം പങ്കെടുക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധം ഉണ്ടായിരുന്നു. ആ ഉപരോധ ദിവസമാണ് ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കാനെങ്കിലും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുണ്ടായിരുന്നത്. ഇനിയും നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളാണ് ആശാ വർക്കർമാർ ഉന്നയിക്കുന്നത്. ഈ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയായി പ്രഖ്യാപിക്കുക തുടങ്ങിയ കാര്യങ്ങളടക്കം തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് ആശാ വർക്കർമാർ ഉന്നയിച്ചു വരുന്നത്. ഇതിലടക്കം തന്നെ ഒരു തീരുമാനം കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നൊരു തീരുമാനം തന്നെയാണ് ആശാ വർക്കർമാർ പ്രധാനമായും നടത്തുന്നത്. ഇത്തരത്തിൽ എത്രത്തോളം പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ കഴിഞ്ഞ 44 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ രാപ്പകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആശാ വർക്കർമാർ. തങ്ങൾ ഉന്നയിക്കുന്നത് ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ ഉന്നയിക്കുന്ന ഈ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ പ്രധാനമായും പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് പിന്നീട് ഇങ്ങോട്ട് ഈ ഉപവാസ സമരം അടക്കം സംഘടിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ ഉപവാസം സംഘടിപ്പിച്ചപ്പോഴും സംസ്ഥാനത്തുടനീളമുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാ വർക്കർമാർ പിന്തുണയുമായി രംഗത്ത് വരുന്നു. കൂടാതെ തന്നെ ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിലേക്ക് എത്താൻ കഴിയാത്ത ആശാ വർക്കർമാർ അതത് ജില്ലകളിൽ ഉപവാസമിരിക്കുന്നു. അതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് സാധ്യതയായിരുന്നു. കൂടാതെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് അത് കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. എന്തായാലും ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ വ്യക്തമാക്കുന്നത്. വൃന്ദ, തീർച്ചയായിട്ടും സമരം 44-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ശക്തമായ സമരം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. വിനയ, ഒപ്പം തന്നെ ഈ 44-ാം ദിവസത്തിലേക്ക് ഇവരുടെ സമരം കടക്കുമ്പോൾ ഇപ്പോഴും ഈ ഇന്നലെയെല്ലാം ഉപവാസ സമരത്തിലേക്ക് എത്തിയ സമയത്ത് മറ്റ് ആശമാർ മറ്റ് ജില്ലകളിൽ അവരുടെ വീടുകളിലെല്ലാം തന്നെയായി ഉപവാസം ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എല്ലാം കടന്നു. ഇപ്പോൾ ഇത് വീണ്ടും ഇത്തരത്തിൽ ഈ മറ്റ് ജില്ലകളിൽ നിന്നെല്ലാം തന്നെ ആശമാർ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ടോ? അതോടൊപ്പം തന്നെ 6-ാം ദിവസത്തിലേക്കാണ് ഈ നിരാഹാര സമരം കടന്നത്. നിലവിൽ നേരത്തെയും ആശമാർ നിരാഹാരം കടന്ന ആശമാർക്കെല്ലാം തന്നെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യത്തിലെല്ലാം തന്നെ എത്തിയിരുന്നു. ഇപ്പോൾ നിലവിൽ അവിടെ സമരം ഇരിക്കുന്ന ആശാപ്രവർത്തകരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഈ നിരാഹാര സമരം ഇരിക്കുന്ന ആദ്യ ദിവസങ്ങളിൽ, അതായത് ഈ ആദ്യ ദിവസങ്ങളിലടക്കം തന്നെ ഈ നിരാഹാര സമരം ഇരിക്കുമ്പോൾ ഈ പ്രവർത്തകർക്ക് വയ്യാതാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടക്കം ചെയ്തിരുന്നു. പിന്നീടാണ് മറ്റൊരു ആശാപ്രവർത്തക ഈ നിരാഹാര സമരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവർ തന്നെയാണ് ഇപ്പോൾ തുടർന്ന് കൊണ്ടുപോകുന്നത്. ഈ സമരസമിതി നേതാവായിട്ടുള്ള ബിന്ദുവിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം തന്നെയാണ് നിരാഹാര സമരം ഇപ്പോൾ തുടർന്ന് പോകുന്നത്. ഈ വയ്യായിക ഇടയ്ക്ക് ഡോക്ടർമാരടക്കം തന്നെ ഈ സമരസമിതി എത്തുകയും വയ്യ എന്ന് തോന്നുമ്പോൾ ചെക്കപ്പ് നടത്തുകയും അതിനുള്ള അല്ലെങ്കിൽ ചെക്കപ്പ് നടത്തുകയും മറ്റും എന്തായാലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ നിരാഹാര സമരം, ബിന്ദുവിന്റെ നേതൃത്വത്തിലുള്ള നിരാഹാര സമരം 6-ാം ദിവസത്തിലേക്കാണ് കടക്കുന്നത്. അതേസമയം തന്നെ ഇന്നലെയാണ് ഈ ഉപവാസം ആരംഭിച്ചത്. അത് ഇന്ന് 2-ാം ദിവസത്തിലേക്കാണ് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഉപവാസത്തിലടക്കം തന്നെ നിരവധിയായിട്ടുള്ള ആശാപ്രവർത്തകരായിരുന്നു, ഈ സംസ്ഥാനത്തുടനീളമുള്ള നിരവധിയായിട്ടുള്ള ആശാപ്രവർത്തകരായിരുന്നു ഈ തലസ്ഥാന നഗരിയിലേക്ക് എത്തുകയും ഈ ഉപവാസത്തിൽ പങ്കാളിയാവുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും മറ്റ് ആശാപ്രവർത്തകർക്ക് ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ എത്താൻ സാധിക്കാത്ത മറ്റ് ആശാപ്രവർത്തകർ അതത് ജില്ലകളിലായിട്ടായിരുന്നു ഈ ഉപവാസം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ദൃശ്യങ്ങളടക്കം തന്നെ കണ്ടതാണ്. കാരണം അത്രത്തോളം പിന്തുണയാണ് ആശാ വർക്കർമാർക്ക് ലഭിക്കുന്നത്. കൂടാതെ ഈ മഹാസംഗമത്തിലടക്കം തന്നെ കണ്ടതാണ് ഈ ആശാ വർക്കർമാർ എത്രത്തോളമുള്ള ആശാ വർക്കർമാരാണ് തലസ്ഥാന നഗരിയിലേക്ക് എത്തിയത്, ഈ സമരത്തിന് പിന്തുണ അർപ്പിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടതാണ്. അത്രത്തോളം എന്തായാലും ഈ ആശാ പ്രവർത്തകരുടെ സാന്നിധ്യം കൂടുതൽ തന്നെയാണ്. എങ്ങനെ കഷ്ടപ്പെട്ടാലും തങ്ങൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.
പറയുന്നത്. പ്രധാനമായും ആശാ വർക്കർമാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 44 ദിവസം വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ സമരം ഇരിക്കാമെങ്കിൽ തങ്ങൾക്ക് ഉപവാസം ഇരിക്കാൻ സാധിക്കും. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടിയാണെങ്കിലും തങ്ങൾ ഈ ഉപവാസം ഇരിക്കുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവരുടെ സമരത്തിൽ കൂടുതൽ ശക്തി ആർജിക്കുന്നതും മറ്റു പ്രവർത്തകരടക്കം തന്നെ പിന്തുണയുമായി രംഗത്ത് വരുന്ന സാഹചര്യം അടക്കമുള്ളത്. കൂടാതെ തന്നെ ഇന്ന് നിയമസഭാ സമ്മേളനം അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ ഉന്നയിക്കുമോ എന്നതടക്കം ഇനി കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഇത്രത്തോളം അല്ലെങ്കിൽ 44 ദിവസത്തോളം ഈ ഒരു ഉപവാസ അല്ലെങ്കിൽ ഈ രാപ്പകൽ സമരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും സർക്കാർ ഒരു തീരുമാനമെടുക്കാത്തതിൽ കടുത്ത അതൃപ്തി തന്നെയാണ് ഈ പ്രതിപക്ഷമടക്കമുള്ള ഈ പാർട്ടികൾ ഉന്നയിക്കുന്നത്. പ്രതിപക്ഷമടക്കമുള്ള വിവിധ പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ ഈ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. എന്തായാലും ഈ പ്രതിഷേധങ്ങൾ കടുപ്പിക്കാൻ തന്നെയാണ് ആശാ വർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത്. എത്രത്തോളം കഷ്ടപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടിയാണെങ്കിലും തങ്ങളുടെ ഈ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വൃന്ദ, പൊതുജനങ്ങളുടെ ഇടയിലും ഈ സഭകളിലെല്ലാം തന്നെ ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട് എങ്കിൽ പോലും യാതൊരു തരത്തിലുള്ള നടപടിയിലേക്കും ഈ സർക്കാർ എത്തുന്നില്ല എന്നതാണ്. ഒപ്പം തന്നെ നേരത്തെയും ഇത്തരത്തിൽ മന്ത്രി വീണ ജോർജ് കേന്ദ്രമന്ത്രിയെ കാണാനായി ഡൽഹിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് തീർത്തും പ്രഹസനമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആശാ വർക്കർമാരും വ്യക്തമാക്കിയതാണ്. വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകുന്നുണ്ട് എന്ന് പറയുന്നു. അത് എപ്പോഴാണ് എന്നുള്ളതിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത വരുന്നുണ്ടോ? മന്ത്രി കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞത് തന്നെ ഒരു പ്രഹസനം തന്നെയായിരുന്നു. കാരണം ഈ ആശാ വർക്കർമാരുടെ സമരം ഉന്നയിക്കുന്നതിന് വേണ്ടിയാണ് ഡൽഹിയിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ മന്ത്രി വീണ ജോർജ് പിന്നീട് അത് മലക്കം മറിയുന്ന അല്ലെങ്കിൽ പിന്നീട് അത് മാറ്റുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. താൻ അങ്ങനെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടേ ഇല്ല, മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ അടക്കം ഉണ്ടാക്കുന്നത് എന്ന് മന്ത്രി വീണ ജോർജ് അടക്കം വ്യക്തമാക്കിയിരുന്നു. അത് വലിയ പ്രതിഷേധത്തിലേക്ക് അടക്കം സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കാരണം ഡൽഹിയിലേക്ക് പോയത് മറ്റ് ആവശ്യങ്ങൾക്കാണ്. ഈ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് തങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിക്കാനല്ല ഈ ഡൽഹിയിലേക്ക് പോയത് എന്നടക്കം ഉള്ള കാര്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ വിമർശനങ്ങൾക്ക് ആരോഗ്യമന്ത്രി സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് മന്ത്രി വ്യക്തമാക്കിയത് താൻ ഇത്തരത്തിൽ കാണുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് അടക്കം തന്നെ അല്ലെങ്കിൽ കാണുന്നതിന് വേണ്ടിയുള്ള അപ്പോയിന്റ്മെന്റ് അടക്കം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ തനിക്ക് കിട്ടിയില്ല. അടുത്ത ദിവസം തന്നെ താൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് ഈ ആശാ വർക്കർമാരുടെ സമരം ഉന്നയിക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് എപ്പോൾ പോകുമെന്ന കാര്യത്തിലൊന്നും തന്നെ ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ അപ്പോയിന്റ്മെന്റ് തേടി എന്ന് പറയുമ്പോഴും അതിലും ഒരു കൃത്യത ഇതുവരെ വന്നിട്ടില്ല. കാരണം 18-ാം തീയതി താൻ അപ്പോയിന്റ്മെന്റ് തേടി എന്ന് പറയുന്നു. എന്നാൽ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് അത് 19-ാം തീയതിയാണ് ഇത്തരത്തിലൊരു അപ്പോയിന്റ്മെന്റ് അടക്കം നൽകുന്നത് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് തേടിയ ആശാ വർക്കർമാരുടെ വിഷയം കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ മുന്നിലേക്ക് കൊണ്ടുവരുമോ എന്നതടക്കം തന്നെ ഇനി കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടാതെ തന്നെ വിവിധ സഭകളടക്കം തന്നെ ഇപ്പോൾ പ്രതിഷേധം അല്ലെങ്കിൽ വിവിധ സഭകളടക്കം തന്നെ ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരപന്തൽ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സമരപന്തൽ സന്ദർശിക്കുകയും ഇവർക്ക് പിന്തുണ അറിയിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു പ്രതിഷേധങ്ങൾ തന്നെ കടുപ്പിക്കുക തന്നെയാണ് ആശാ വർക്കർമാർ ചെയ്യുന്നത്. ഈ പ്രതിഷേധം കടുപ്പിക്കുമ്പോൾ വിവിധ പ്രതിപക്ഷ പാർട്ടികളും സഭാ നേതൃത്വങ്ങളടക്കം തന്നെ പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിൽ അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി എന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് ഈ വിഷയങ്ങളടക്കം ഉന്നയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിനെന്തായാലും ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. അതുവരെ അല്ലെങ്കിൽ തങ്ങൾ ഈ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നൊരു നിലപാട് തന്നെയാണ് ആശാ വർക്കർമാർക്കും ഉള്ളത്. വൃന്ദ.